നമസ്കാരം. 2010 ജനുവരി 22 ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 1:10 പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ജീപ്പ് പയ്യന്നൂരിലുള്ള എവറസ്റ്റ് ലോഡ്ജിന്റെ മുന്നിലെത്തി. പയ്യന്നൂർ സെൻട്രൽ ബസാറിലെ ആ എവറസ്റ്റ് ലോഡ്ജിന്റെ മുന്നിൽ ആ ജീപ്പ് നിന്നപ്പോൾ ആളുകളൊക്കെ കൗതുകത്തോടെ ആ ജീപ്പിലേക്ക് നോക്കുമ്പോൾ അതിനകത്തുനിന്ന് ഇൻസ്പെക്ടറും ഏതാനും പോലീസുകാരും പുറത്തിറങ്ങി. അവര് ലോഡ്ജിന്റെ മുൻവശത്ത് വന്നപ്പോൾ അവരെ കാത്ത് ലോഡ്ജിന്റെ മാനേജർ നിൽക്കുകയാണ്. മാനേജർക്കൊപ്പം എസ്ഐയും കൂടെയുള്ള പോലീസുകാരും രണ്ടാമത്തെ നിലയിലേക്ക് കയറി. രണ്ടാമത്തെ നിലയിലെ 4ാമത്തെ മുറിയിലേക്കാണ് അവരെത്തിയത്. അവിടെ കുറച്ച് ആളുകൾ കൂടി നിൽക്കുകയാണ്. ആ റൂമിന്റെ മുകളിൽ അതിന്റെ നമ്പർ എഴുതിയിട്ടുണ്ട് 204. തുറന്നു കിടക്കുന്ന വാതിലിലൂടെ എസ്ഐയും കൂടെയുള്ള പോലീസുകാരും അകത്തേക്ക് കയറിയപ്പോൾ ശരിക്കും അവര് സ്ട്രക്കായി നിന്നു പോവുകയാണ്. ഒരുപാട് കേസുകൾ അന്വേഷിച്ചിട്ടുള്ള ആ എസ്ഐയും പോലീസുകാരും ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു പോകാൻ വ്യക്തമായ കാരണമുണ്ട്. അവർ കാണുന്നത് ആ മുറിയിൽ ഒരു സ്ത്രീ തൂങ്ങി നിൽക്കുന്നതാണ്. ഒരുപാട് തൂങ്ങി മരണങ്ങൾ കണ്ടിട്ടുള്ള അവർ ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ ഒരു തൂങ്ങി മരണം കാണുന്നത്. ഒരു ഷാളിൽ ഏകദേശം ഒരു 25-26 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ തൂങ്ങി നിൽക്കുകയാണ്. അവരുടെ ശരീരത്തിൽ ആ കഴുത്തിൽ കെട്ടിരിക്കുന്ന ഷോൾ അല്ലാതെ വേറെ ഒരു വസ്ത്രവുമില്ല. പൂർണ്ണ നഗ്നയായി ഒരു സ്ത്രീ തൂങ്ങി നിൽക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവരാദ്യമായാണ് കാണുന്നത്. ശരിക്കും അതിശയത്തോടെ ആ പോലീസുകാരും എസ്ഐയും ആ മുറി ഒന്ന് പരിശോധിച്ചു. ആ മുറിയിൽ 2 കട്ടിൽ കിടപ്പുണ്ട്. ആ തൂങ്ങി നിൽക്കുന്ന സ്ത്രീയിൽ നിന്ന് ലേശം അകലത്തിലാണ് ആ 2 കട്ടിലും കിടക്കുന്നത്. ആ മുറിയുടെ തെക്ക് ഭാഗത്ത് ഒരു കട്ടിൽ, വടക്ക് ഭാഗത്ത് വേറൊരു കട്ടിൽ. ചെറിയ കട്ടിലുകളാണ്. അതിനു പുറമെ അവിടെ തുണികളൊക്കെ കിടപ്പുണ്ട്. ഓറഞ്ച് നിറത്തിലുള്ള ഒരു ചുരിദാർ പാൻസും മഞ്ഞ നിറത്തിലുള്ള ഒരു ചുരിദാർ പാൻസും ഒരു മൂല കിടപ്പുണ്ട്. തറയിലായി ഒരു ഓറഞ്ച് ടോപ്പും അതുപോലെ മഞ്ഞ ടോപ്പും ഉണ്ട്. ആ സ്ത്രീയുടെ 2 പാൻറ്റീസ് അവിടെ ഊരി കിടപ്പുണ്ട്. അതുപോലെ ബ്രേസിയറുമുണ്ട്. ഒരു പുരുഷന്റെ ഷഡ്ഡിയും അവിടെ കാണാം. അതിനു പുറമെ ഒരു പിഞ്ചു കുട്ടിയുടെ എന്ന് തോന്നുന്ന ശൈലിയുള്ള ഒരു കുഞ്ഞു ഷഡ്ഡിയും കാണാം. ഇതിനു പുറമെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന്റെയും മദ്യപിച്ചതിന്റെയും ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. 2 ഗ്ലാസ്സിൽ കാണാം. അതിനോടൊപ്പം ഒരു മദ്യക്കുപ്പിയും ഉണ്ട്. ശരിക്കും അമ്പരപ്പിക്കുന്ന ആ കാഴ്ച ഒന്ന് നോക്കിയ പോലീസ് ഇൻസ്പെക്ടർ ഉടൻ തന്നെ ഫോറൻസിക് വിദഗ്ധരെ വിവരം അറിയിച്ചു. ഫോറൻസിക് വിദഗ്ധർ അവിടെ എത്തുന്നതോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. പോലീസ് കാണുമ്പോൾ ആ സ്ത്രീയുടെ ഒരു കാല് ഏകദേശം തറയിൽ മുട്ടിയില്ല എന്ന ശൈലി നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ട ഇൻസ്പെക്ടർ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമ്പോൾ ആ സ്ത്രീയുടെ പൊക്കം ഏതാണ്ട് വിലയിരുത്തി. അവർക്ക് ഒരു 168 സെന്റിമീറ്റർ പൊക്കമുണ്ട്. തറയിൽ നിന്ന് ആ ഹുക്കിലേക്കുള്ള അകലം കൃത്യം 217 സെന്റിമീറ്റർ ആണ്. 168 സെന്റിമീറ്റർ പൊക്കമുള്ള അവർ കട്ടിലിന്റെ മുകളിൽ കയറി നിന്ന് ആ ഹുക്കിൽ ഷോള് കുരുക്കി തൂങ്ങി മരിക്കാനുള്ള സാധ്യതയാണ് ആദ്യം പോലീസ് വിലയിരുത്തിയത്. കഴുത്തിൽ ഷോള് കെട്ടിയതിന് ശേഷം അതിന്റെ മറ്റേ അഗ്രം ആ ഹുക്കിനകത്തിട്ട് ഒന്ന് വലിക്കുമ്പോൾ കട്ടിലിന്റെ മുകളിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും ഇപ്പോൾ കാണുന്ന ശൈലിയിലേക്ക് മാറാൻ കഴിയില്ല. അവർ കട്ടിലിൽ ആഞ്ഞു തൊഴിച്ചിട്ട് മുന്നോട്ട് ചാടിയതാണെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആ ആക്ഷന് ഒരു റിയാക്ഷൻ ഉണ്ടാകുക മറിച്ചാണ്. കട്ടില് മൂവ് ചെയ്യില്ല, ആളായിരിക്കും മൂവ് ചെയ്യുക. കട്ടിലിന്റെ മുകളിൽ ഇനി തലയണ വല്ലതും എടുത്തു വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറുന്നതിന് ശേഷം അവർ കെട്ടിയതാണെന്ന് ആലോചിച്ചാലും കട്ടിലിന് ഏകദേശം ഒരു 39 സെന്റിമീറ്റർ ആണ് പൊക്കമുള്ളത്. അതിന് മുകളിലേക്ക് ഒരു 13 സെന്റിമീറ്റർ പൊക്കമുള്ള തലയണ എടുത്തു വെച്ചാൽ 2 കൂടി 52 സെന്റിമീറ്റർ ആവും. അങ്ങനെ 52 സെന്റിമീറ്റർ പൊക്കം വരുന്ന സമയത്ത് അതിന് മുകളിലേക്ക് ആ യുവതി കയറി നിന്ന് ആ ഹുക്കിനകത്തേക്ക് ഷോൾ ഇട്ടതിന് ശേഷം കഴുത്തിൽ മുറുക്കിയതാണെന്ന് ആലോചിച്ചാലും ഇപ്പൊ കാണുന്ന സീനിലേക്ക് അത് മാറാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അതുമാത്രമല്ല, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരു സ്ത്രീ എന്തിന് വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റിയതിനു ശേഷം തികച്ചും നഗ്നയായി ആത്മഹത്യ ചെയ്യണം? ഇന്ത്യയിൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്ത ഒത്തിരി കേസുകളുണ്ട്. തൂങ്ങി മരിച്ചതും വെള്ളത്തിലേക്ക് ചാടി മരിച്ചതുമായ ഒരുപാട് കേസുകൾ. ആ കേസുകളിൽ ഒന്നിലും തന്നെ ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ ആ സ്ത്രീകൾ നഗ്നരായിട്ടില്ല. സ്വയം നഗ്നയായി മരിച്ചതിന് ശേഷമാണെങ്കിൽ പോലും ആളുകളുടെ മുന്നിൽ കിടക്കുന്നത് സങ്കല്പിക്കാനാവാത്ത ഒരു മൈൻഡ് സെറ്റാണ് സാധാരണഗതിയിൽ സ്ത്രീകൾക്കുള്ളത്. മറ്റു രാജ്യങ്ങളിലെ ഏതെങ്കിലും സ്ത്രീകൾ ആ ശൈലിയിൽ ചിന്തിച്ചാലും ഇന്ത്യക്കാർ ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ എസ് ഐക്കും കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലായി. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി
അവര് ആ 2 ഗ്ലാസും മദ്യക്കുപ്പിയും പരിശോധിച്ചു. അതിൽ വിരൽ അടയാളങ്ങളുണ്ട്. അവിടെ അവശേഷിക്കുന്ന ആ ഷോളും തറയിൽ കിടക്കുന്ന വസ്ത്രത്തിന്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ മറ്റ് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ഫോറൻസിക് വിദഗ്ധർ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഈ സമയത്ത് സബ് ഇൻസ്പെക്ടർ മാനേജറോട് കാര്യങ്ങൾ തിരക്കി തുടങ്ങി. 20-ാം തീയതി ഉച്ചയ്ക്ക് 3:35 മാനേജർ ആദ്യമായി ആ സ്ത്രീയെ കാണുന്നത്. ആ സമയത്ത് ആ സ്ത്രീക്കൊപ്പം ഒരു ചെറുപ്പക്കാരനും ഒരു കൊച്ചു കുഞ്ഞും ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ അവിടെ വന്നുടൻ മുറി ഉണ്ടോ എന്നാ ചോദിച്ചത്. മുറി എടുക്കുന്നതിന് മുമ്പേ മുറി കാണണമെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റൂം പോയി ആ ചെറുപ്പക്കാരനൊപ്പം മാനേജർ മുകളിലത്തെ നിലയിലേക്ക് പറഞ്ഞു വിട്ടു. ആ ചെറുപ്പക്കാരനൊപ്പം മുകളിലെത്തിയ റൂം പോയി 204-ാമത്തെ നമ്പർ മുറി തുറന്നു കൊടുത്തു. ആ മുറി നോക്കി കണ്ട് പരിശോധിച്ച ആ ചെറുപ്പക്കാരന് ആ മുറി ഇഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ താഴെ എത്തുകയും ലോഡ്ജിലെ രജിസ്റ്ററിൽ പേര് എഴുതുകയും ചെയ്തു. പേരും അഡ്രസ്സും അയാൾ എഴുതിയതിനു ശേഷം അയാൾക്കൊപ്പം വന്ന ആ സ്ത്രീയും കുഞ്ഞുമായി മുകളിലത്തെ നിലയിലേക്ക് പോയി. 204-ാമത്തെ നമ്പർ മുറിയിലേക്ക് അവർ കടന്നു. മുറി അകത്തുനിന്ന് അടച്ചു. ഇത്രയും കാര്യങ്ങൾ റൂം പോയി മാനേജർക്കൊപ്പം പോലീസിനോട് പറഞ്ഞു. അകത്തുനിന്ന് അന്ന് പിന്നെ അധികം ശബ്ദമൊന്നും കേട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും അവരെക്കുറിച്ച് കൂടുതൽ തിരക്കിയതുമില്ല. 20-ാം തീയതി രാത്രിയും 21 പകലും ആ മുറി അങ്ങനെ അടഞ്ഞു കിടക്കുകയായിരുന്നു. 22-ാം തീയതി മാനേജർ ആ കോറിഡോറിലൂടെ അങ്ങനെ നടക്കുമ്പോഴാണ് അയാളുടെ ശ്രദ്ധ ആ 204-ാം നമ്പർ മുറിയിൽ പതിയുന്നത്. ആ 204-ാം നമ്പർ മുറിയുടെ കുറ്റി ഇട്ടിട്ടുണ്ട്. ഒരു ബോൾട്ട് പിടിച്ചിട്ടൊക്കെയാണ്. അയാൾക്ക് അത് കണ്ടപ്പോൾ പ്രത്യേകിച്ച് അസ്വാഭാവികതയും തോന്നിയില്ല. അയാൾ ഉച്ചയ്ക്ക് വീണ്ടും ആ കോറിഡോറിൽ കൂടി അങ്ങനെ നടക്കുമ്പോൾ ആ ബോൾട്ട് പിന്നെയും കിടക്കുന്നത് കണ്ടപ്പോൾ സംശയം തോന്നിയ മാനേജർ ആ ബോൾട്ട് ഇളക്കി മുറി തുറന്നപ്പോഴാണ് അകത്ത് തൂങ്ങി നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടത്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ പുരുഷനെയും കൊച്ചു കുഞ്ഞിനെയും കാണാനില്ല. ഇത്രയും കാര്യങ്ങൾ മാനേജർ പറഞ്ഞതും സെക്യൂരിറ്റി ഗാർഡും പോലീസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. 20-ാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം 3:30 അടുപ്പിച്ച് ലോഡ്ജിന് മുന്നിലെത്തിയ ആ ചെറുപ്പക്കാരൻ ഒരു കാറിലാണ് എത്തിയത്. ഒരു മാരുതി ഓൾട്ടോ കാറിൽ. ആ കാറ് ലോഡ്ജിന്റെ മുന്നിൽ പാർക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റിക്കാരൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അത് കേട്ടതും ആ ചെറുപ്പക്കാരൻ സെക്യൂരിറ്റിയോട് ഞാൻ അകത്ത് മുറി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം തിരിച്ചു വന്ന് കാർ മാറ്റിയിടാന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പുറത്തു വരികയും ആ കാറ് ആ ലോഡ്ജിന്റെ തന്നെ പാർക്കിംഗ് പ്ലേസിലേക്ക് മാറ്റിയിടുകയും ചെയ്തു. സെക്യൂരിറ്റിക്കാരൻ ആ വ്യക്തിയെ കൃത്യമായി ഓർക്കുന്നുണ്ട്. സെക്യൂരിറ്റിക്കാരനും റൂം പോയി മാനേജറും പറഞ്ഞനുസരിച്ച് ആ സ്ത്രീക്കൊപ്പം ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ആ ലോഡ്ജിലെ രജിസ്റ്ററിൽ അഡ്രസ് എഴുതിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ പോലീസിന് ആളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായി. പോലീസ് ഉടൻ തന്നെ ആ അഡ്രസ് പരിശോധിച്ചു. അതിനകത്ത് ഒരു ശ്യാം കുമാറിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. ശ്യാം കുമാർ, കാട്ടമ്പള്ളി, കണ്ണൂർ. ഉടൻ തന്നെ പോലീസ് സംഘം കാട്ടമ്പള്ളിയിലെത്തി ആ അഡ്രസ്സിൽ പറയുന്ന വീട് പരിശോധിച്ചു. അങ്ങനെ ഒരു വീടോ അങ്ങനെ ഒരു ആളോ അവിടെ ഇല്ല എന്നുള്ള ഇൻഫർമേഷനാണ് ആ നിമിഷത്തിൽ പോലീസിന് കിട്ടുന്നത്. അപ്പോഴേക്കും സമയം വൈകുന്നേരമായിരുന്നു. പോലീസ് ആകെ കൺഫ്യൂഷനിലാണ്. തെറ്റായ അഡ്രസ്സ് എഴുതിയതിനു ശേഷം ആ ചെറുപ്പക്കാരൻ ആ സ്ത്രീയെ അവിടെ ആക്കിയിട്ട് പോയെങ്കിൽ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞെവിടെ പോയി? പോലീസ് ആ സ്ത്രീയുടെ ചിത്രം ഇതിനിടയിൽ സമീപത്തുള്ള എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചു കൊടുത്തിരുന്നു. എവിടെന്നെങ്കിലും മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് പോലീസിന് അറിയേണ്ടിയിരുന്നത്. മിസ്സിംഗ് കേസുകളൊന്നും ആ സ്ത്രീയുമായി ബന്ധിപ്പിച്ച് വന്നില്ലെങ്കിലും കണ്ണൂരിലെ വനിതാ സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ CI പയ്യന്നൂർ സ്റ്റേഷനെ ഉടൻ ബന്ധപ്പെട്ടു. അവർക്ക് അറിയാം ആ സ്ത്രീയെ. ആ മരിച്ച സ്ത്രീയുടെ പേര് രമ്യ എന്നാണ്. അവരുടെ ഭർത്താവിന്റെ പേര് ഷമ്മികുമാർ എന്നാണ്. അയാളെ ഗൾഫിലാണ്. ഈ ഷമ്മികുമാറും രമ്യയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടെന്നും വനിതാ CI പയ്യന്നൂർ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. വിവരം അറിഞ്ഞതും പയ്യന്നൂർ SIയും ടീമും നേരെ കണ്ണൂർ വനിതാ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിലെത്തി. അവിടെ നിന്ന് അവർക്ക് വിശദമായി കുറെ വിവരങ്ങൾ കിട്ടി. 2002 ജൂൺ 2-നാണ് രമ്യ ഷമ്മികുമാറിനെ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷമായപ്പോൾ അവൾക്ക് ഒരു ആൺകുട്ടി പിറന്നു. ആ ആൺകുട്ടി പിറന്നതോടുകൂടി ഷമ്മിയുടെ വീട്ടുകാരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടായി. അവർ ഷമ്മിയോട് വളരെ വ്യക്തമായ ഒരു സംശയം ഉന്നയിക്കുകയാണ്. ജനിച്ച ആ ആൺകുട്ടിക്ക് ഷമ്മിയുടെ മുഖഛായ ഇല്ല എന്നതാണ് അവര് ആരോപിക്കുന്ന കുറ്റം. രമ്യ ആൾ ശരിയല്ല. രമ്യക്ക് വേറെ ആരോടോ ബന്ധമുണ്ട്. അയാളുടെ കുട്ടിയാണ് രമ്യ പ്രസവിച്ചത്. രമ്യയുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുന്ന ശൈലിയിലുള്ള കഥകൾ ആ വീട്ടുകാർ പറഞ്ഞു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും രമ്യയും ഷമ്മിയുടെ വീട്ടുകാരും തമ്മിൽ ഒരു ഉരസൽ സ്റ്റാർട്ട് ചെയ്തു. രമ്യ ആ ഉരസൽ ശക്തമാകുമ്പോൾ വഴക്കുണ്ടാക്കി അവിടെ നിന്ന് അവളുടെ കാട്ടമ്പള്ളിയിലെ വീട്ടിലേക്ക് മടങ്ങി. ആ വീട്ടിൽ മടങ്ങിയെത്തുന്ന രമ്യയെ
കുറച്ചുനാൾ കഴിയുമ്പോൾ ഷമി കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ അവൾ രണ്ടാമതും പ്രസവിച്ചു. അതൊരു പെൺകുട്ടിയാണ്. കുറെ നാൾ കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവം നടന്നു. അതും ഒരു പെൺകുട്ടിയാണ്. മൂന്നാമത്തെ കുട്ടി ജനിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു 1.5 വർഷം കഴിയുകയുള്ളൂ. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കീർത്തന എന്ന് പേരുള്ള ആ കൊച്ചുകുട്ടി ജനിച്ച് അധികം നാൾ കഴിയുമ്പോൾ, അതായത് 2009 നവംബർ മാസത്തിൽ രമ്യ ഒരു പരാതിയുമായി കണ്ണൂരിലുള്ള വനിതാ പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചിരുന്നു. അവൾക്ക് അവളുടെ ഭർത്താവ് ഷമ്മി ചെലവിന് കൊടുക്കുന്നില്ല എന്നതാണ് അവളുടെ പരാതി. ആ പരാതി സ്വാഭാവികമായിട്ടും വനിതാ സെൽ ഒത്തുതീർപ്പായി മാസം 3000 രൂപ വീതം ഷമ്മി രമ്യയ്ക്ക് കൊടുക്കണമെന്നുള്ള ഒരു ധാരണയുണ്ടായി. അതിനടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പായ ആ കേസ് പിന്നീട് റീ ഓപ്പൺ ചെയ്യുന്നത് 2010 ജനുവരി 10-നാണ്. അന്ന് വീണ്ടും രമ്യ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ഷമ്മിയുടെ വീട്ടുകാരെ ആ വനിതാ സിയും സംഘാംഗങ്ങളും ചേർന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവര് 3000 രൂപ വീതം രമ്യയ്ക്ക് കൊടുക്കാത്തതാണ് പരാതിയുടെ ബേസ്. ആ പരാതി കേട്ടതും ഷമ്മിയുടെ അമ്മയോട് എന്തുകൊണ്ട് പണം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു. അവർക്ക് പണം കൊടുക്കേണ്ടത് അവളുടെ ഭർത്താവാണ്, ഞങ്ങളല്ല. അവർക്ക് വ്യക്തമായ മറുപടിയുണ്ട്. അങ്ങനെ ആ അമ്മ വ്യക്തമായി പറഞ്ഞതും സർക്കിൾ ഇൻസ്പെക്ടർ ഷമ്മിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഷമ്മി ആ സമയത്ത് ദുബായിലാണ്. ഫോൺ കണക്ട് ആയതും സർക്കിൾ ഇൻസ്പെക്ടറാണ് വിളിക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞതും ഷമ്മി സർക്കിൾ ഇൻസ്പെക്ടറോട് മറുഭാഗത്തുനിന്ന് ഒരു കാര്യം പറഞ്ഞു. അയാൾക്ക് ശരിക്കും രമ്യയിൽ സംശയമുണ്ട്. രമ്യയുടെ മൂത്ത കുട്ടി അയാളുടേത് അല്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെ പറഞ്ഞ ഷമ്മി സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, ഞാൻ എന്തായാലും ഉടനെ നാട്ടിലേക്ക് മടങ്ങി വരികയാണ്, അതിനുശേഷം ഈ പ്രശ്നം സോൾവ് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ഷമ്മി ഫോൺ കട്ട് ചെയ്തപ്പോൾ രമ്യയോട് സർക്കിൾ ഇൻസ്പെക്ടർ ആ കാര്യം സൂചിപ്പിച്ചു. അവൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഷമ്മിക്കെതിരെ അവൾ ഒരു പരാതി നൽകിയാൽ ഷമ്മി നാട്ടിലെത്തുമ്പോൾ ഷമ്മിയെ പിടിച്ച് അകത്താക്കാം. സർക്കിൾ ഇൻസ്പെക്ടർ പൂർണ്ണമായി രമ്യയ്ക്കൊപ്പം നിന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞതും രമ്യ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, ഏയ് അത് വേണ്ട, എനിക്ക് അദ്ദേഹമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഷമ്മിയെ ജീവന തുല്യം താൻ സ്നേഹിക്കുന്നുവെന്ന് രമ്യ സർക്കിൾ ഇൻസ്പെക്ടർ പറയുകയും ചെയ്തു. ഷമ്മിയെ ഒരുപാട് ഇഷ്ടമുള്ള രമ്യയെ പിന്നീട് ആ സർക്കിൾ ഇൻസ്പെക്ടർ കാണുന്നത് ആ ഫോട്ടോയുടെ രൂപത്തിലാണ്. വനിതാ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞ കഥ പയ്യന്നൂരിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായും രേഖപ്പെടുത്തി. ആ കൂട്ടത്തിൽ രമ്യയുടെ അഡ്രസ്സും അവർ കളക്ട് ചെയ്തിരുന്നു. ആ അഡ്രസ്സിലേക്ക് പയ്യന്നൂർ സ്റ്റേഷനിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടറും SI കൂടി എത്തി. അവരവിടെ എത്തുമ്പോൾ രമ്യയുടെ സഹോദരിയും രമ്യയുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അവിടെ എത്തിയ പോലീസിനെ കണ്ട അവർ അത്ഭുതത്തോടെ പോലീസ് നോക്കുമ്പോൾ പോലീസ് അവരോട് ചോദിച്ചു, രമ്യയുടെ വീടല്ലേ? അതെ. എന്താ സാർ, നിങ്ങളുടെ മകൾ രമ്യ എവിടെയുണ്ട്? സാർ, അവളുടെ ഭർത്താവിനൊപ്പം പോയി. അവളുടെ ഭർത്താവിനൊപ്പം പോയെന്നു? അതെ, ഭർത്താവിനൊപ്പം പോയി. എന്നാ പോയത്? സാർ, എപ്പോഴാണ് പോയെന്ന് അറിയത്തില്ല, ഞങ്ങൾ ആരോടും രമ്യ പറഞ്ഞതുമില്ല. പക്ഷെ 16-ാം തീയതി വൈകുന്നേരം അവളും കീർത്തനയും കൂടി അവനൊപ്പം പോയെന്നുള്ള കാര്യം ഉറപ്പാണ്. ആരാ കീർത്തന? അങ്ങനെ പോലീസ് ചോദിച്ചതും കീർത്തനയെ അവര് അവിടെ കൊണ്ടുവന്നു. പയ്യന്നൂർ ലോഡ്ജിൽ നിന്ന് കാണാതെ പോയ ആ കൊച്ചുകുട്ടിയാണ് ഇപ്പോ പോലീസിന് മുന്നിലെത്തിയിരിക്കുന്നത്. ആ കൊച്ചുകുട്ടിയെ കണ്ടതും പോലീസ് രമ്യയുടെ മാതാപിതാക്കളോട് ചോദിച്ചു, ഈ കുട്ടിയും രമ്യക്കൊപ്പമല്ലേ പോയത്? ഈ കുട്ടി എങ്ങനെ ഇവിടെ മടങ്ങി വന്നത്? സാർ, 20-ാം തീയതി രാത്രി ഒരു കുഞ്ഞ് കരയുന്നത് കേട്ട് ഞങ്ങള് വാതിൽ തുറന്ന് പുറത്തു വരുമ്പോൾ ഗേറ്റിനടുത്ത് ഇവള് നിൽക്കുന്നതാ കണ്ടത്. ഇവളെ ആരോ ഗേറ്റിനടുത്തുകൊണ്ട് ആക്കിയിട്ട് പോയതാണ്. ഇവളെ കൊണ്ടാക്കിയത് രമ്യയുടെ ഭർത്താവായിരിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ തിരക്കാതിരുന്നത്. അതുമാത്രമല്ല, മോളെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഷമ്മി ഇവിടെ ലാൻഡ് ഫോണിൽ വിളിക്കുകയും ചെയ്തു. രമ്യയും മോളും ഒക്കെ സുഖമായിരിക്കുന്നു എന്നാണ് ആ സമയത്ത് ഷമ്മി ചോദിച്ചത്. ഞങ്ങള് ആ സമയത്ത് മോൾ ഇവിടെ ഉള്ള കാര്യം പറയുകയും ചെയ്തു. അത് കേട്ടതും പോലീസ് അവളോട് ചോദിച്ചു, നിങ്ങള് രമ്യ വീട്ടിലില്ല എന്നുള്ള കാര്യം എന്ത് ആ സമയത്ത് ഷമ്മിയോട് പറയാതിരുന്നത്? അതിന് വ്യക്തമായൊരു മറുപടി ആ സമയത്ത് രമ്യയുടെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. അല്പനേരം അവർ നിശബ്ദരായതിനു ശേഷം പോലീസിനോട് പറഞ്ഞു, സർ, ഈ രമ്യയോട് പലതവണ ഞങ്ങൾ പറഞ്ഞു വിലക്കിയതാണ്, പക്ഷെ ഞങ്ങൾ പറയുന്നൊന്നും അവൾ കേൾക്കത്തില്ല. അവളുടെ ഭർത്താവ് വന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ ആരെ അറിയിക്കാതെ അവൾ ഇറങ്ങിപ്പോകുന്ന പതിവുണ്ട്. ഇപ്രാവശ്യവും അവള് ഭർത്താവിനൊപ്പം ഇറങ്ങിപ്പോയതാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ രമ്യയെക്കുറിച്ച് ചോദിക്കാതിരുന്നത്. അത്രയും കാര്യങ്ങൾ വീട്ടുകാർ പറഞ്ഞതും പോലീസ് അവരോട് പറഞ്ഞു, ഇപ്പോ ഒരു വിഷയം ഉണ്ടായി. എന്താ സാർ? നിങ്ങളുടെ മകൾ രമ്യ ഇപ്പോ ജീവനോടെ ഇല്ല. അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് പോലീസ് ആ സമയത്ത് അവരുടെ പങ്കുവെച്ചത്. ഞെട്ടിപ്പോയ ആ അച്ഛനും അമ്മയും സഹോദരിയൊക്കെ വാവട്ടെ കരയുമ്പോഴേക്കും നടന്ന കാര്യങ്ങളൊക്കെ പോലീസ് അവരോട് പറഞ്ഞു. ശരിക്കും രമ്യയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പോലീസിൽ നിന്ന് അങ്ങനെയാണ് ആ വീട്ടുകാർ അറിയുന്നത്. ഷമ്മിയുടെ ഫോട്ടോഗ്രാഫ്സ് ആ വീട്ടിലുണ്ടായിരുന്നു. ആ ഫോട്ടോഗ്രാഫ്സ് പോലീസ് കളക്ട് ചെയ്തു. ഷമ്മിയുടെ ഫോട്ടോഗ്രാഫുമായി
24-ാം തീയതി പോലീസ് എവറസ്റ്റ് ലോഡ്ജിൽ മടങ്ങിയെത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനായ സബ് ഇൻസ്പെക്ടർ ആ ഫോട്ടോ മാനേജറെയും റൂം ബോയിയൊക്കെ കാണിച്ചു. മാനേജറും റൂം ബോയും സെക്യൂരിറ്റി ഗാർഡും ആ ഫോട്ടോ തിരിച്ചറിഞ്ഞു. സർ, ഇയാൾ തന്നെയാണ് ഇവിടെ വന്നത്. അവരത് തീർത്തു പറഞ്ഞതും പോലീസിന് ഇപ്പോ സംഭവം വ്യക്തമായിരിക്കുകയാണ്. ഷമ്മിയും ഭാര്യ രമ്യയും മകളും കൂടി അവിടെ മുറിയെടുത്തതിന് ശേഷം ഷമ്മി രമ്യയെ കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ്. പോകുന്ന വഴിക്ക് അയാൾ കുഞ്ഞിനെ രമ്യയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്തു. പോലീസിന് കഥ ഏതാണ്ട് വ്യക്തമാണെങ്കിലും ആ കഥ ശരിയായി കൂടുതൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഷമ്മി വേണമല്ലോ. ഷമ്മിയെക്കുറിച്ച് അവരെല്ലാ സ്ഥലത്തും തിരക്കി തുടങ്ങി. ഷമ്മിയുടെ ഒരു ഇൻഫർമേഷനും ആ പയ്യന്നൂരിൽ നിന്ന് അവർക്ക് കിട്ടിയില്ല. ഷമ്മിയുടെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ അവിടെ അവന്റെ അമ്മയും സഹോദരനൊക്കെ ഉണ്ട്. അവർക്കും ഷമ്മിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഷമ്മി നാട്ടിൽ വന്ന കാര്യത്തെക്കുറിച്ചും അവർക്ക് അറിയില്ല. നാട്ടിൽ ഷമ്മി വന്നിട്ടേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഷമ്മി ദുബായിലാണ്, സംശയമുണ്ടെങ്കിൽ വിളിച്ചു നോക്കെന്ന് പറഞ്ഞ് അവര് ദുബായിലുള്ള ഷമ്മിയുടെ നമ്പർ കൊടുത്തു. പോലീസ് ഷമ്മിയെ വിളിച്ചു. ഷമ്മി പോലീസിനോട് സംസാരിക്കുമ്പോൾ പോലീസ് അവനോട് അവന്റെ ഭാര്യ രമ്യ മരിച്ച കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത ഞെട്ടലൂടെ ഷമ്മി ഉറക്കെ കരയുന്ന ശബ്ദമാണ് മറുഭാഗത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആ സബ് ഇൻസ്പെക്ടർ കേൾക്കുന്നത്. പോലീസ് ഷമ്മിയോട് നാട്ടിലേക്ക് ആ അന്വേഷണത്തിന്റെ ഭാഗമായി വരണമെന്ന് ആവശ്യപ്പെട്ടു. വേണ്ടതുപോലെ ചെയ്യാമെന്ന് ഷമ്മി മറുപടി പറയുകയും ചെയ്തു. അഴീക്കോടെത്തിയ പോലീസ് അവിടെ നിന്ന് പയ്യന്നൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ അവര് നടന്നിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഇന്ന് ആലോചിച്ചു. കാട്ടാമ്പള്ളിയിൽ ആരും കാണാതെ എത്തിയ ഷമ്മി ഭാര്യ രമ്യയും മകൾ കീർത്തനയും കയറ്റിക്കൊണ്ട് കാറിലാണല്ലോ പോയത്. അങ്ങനെ പോയിരിക്കുന്ന ഷമ്മി എവിടെയൊക്കെ പോയിട്ടുണ്ടാവും? അങ്ങനെ ഒരു അന്വേഷണം പോലീസ് നടത്തുമ്പോഴാണ് പയ്യന്നൂർ ലോഡ്ജിന് സമീപത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോലീസ് എത്തുന്നത്. ആ വർക്ക്ഷോപ്പുകാരൻ യഥാർത്ഥത്തിൽ പോലീസിനെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ ഷമ്മി നേരത്തെ ഒരു തവണ എത്തിയിരുന്നു. ആ സമയത്ത് കാറിൽ ഷമ്മിക്കൊപ്പം ഭാര്യ രമ്യയും കുട്ടിയും അവർ കണ്ടിരുന്നു. പയ്യന്നൂരിലെ എവറസ്റ്റ് ലോഡ്ജിൽ ഒരു സ്ത്രീ തൂങ്ങി മരിച്ച വാർത്ത പത്രത്തിൽ കണ്ടതുകൊണ്ടാണ് ആ വർക്ക്ഷോപ്പുകാരൻ പോലീസിനെ ബന്ധപ്പെട്ടത്. വർക്ക്ഷോപ്പുകാരന് നേരത്തെ ഷമ്മിയെ പരിചയമുണ്ട്. ഷമ്മിയുടെ വാഹനം പലപ്പോഴും ആ വർക്ക്ഷോപ്പിൽ നന്നാക്കാനായി കൊണ്ടുവരാറുണ്ട്. അങ്ങനെയാണ് ആ പരിചയം ഉണ്ടായത്. വർക്ക്ഷോപ്പുകാരന്റെ അടുത്ത് ഇപ്രാവശ്യം ഷമ്മി എത്തിയത് വാഹനം നന്നാക്കാനൊന്നുമല്ല. അയാൾക്ക് വേണ്ടത് ഒരു വീടാണ്. സമീപത്ത് എവിടെയെങ്കിലും വാടകയ്ക്ക് ഒരു വീട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഷമ്മി ആ വർക്ക്ഷോപ്പുകാരനെ സമീപിച്ചത്. ആ വർക്ക്ഷോപ്പുകാരൻ വീട് നോക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഷമ്മി അവിടെ നിന്ന് എവറസ്റ്റ് ലോഡ്ജിലേക്ക് പോയത്. പോലീസിന് കഥ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. ഷമ്മി വീട് നോക്കാനായി ആ വർക്ക്ഷോപ്പുകാരനോട് പറഞ്ഞതിന് ശേഷം ലോഡ്ജിൽ മുറിയെടുത്ത് അവിടെ തങ്ങി. വർക്ക്ഷോപ്പുകാരൻ വീട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉറപ്പായും ഷമ്മി ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ വന്ന് താമസിക്കേണ്ടതാണ്. അയാളുടെ വീട്ടിൽ ഭാര്യ രമ്യയ്ക്ക് താമസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു വീട് വാടകയ്ക്ക് എടുക്കാമെന്ന് ഷമ്മി തീരുമാനിച്ചത്. പോലീസിന് കഥയുടെ ഒരു പശ്ചാത്തലം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷമ്മി എന്തിന് രമ്യയെ കൊല്ലണം? ആ ചോദ്യം പോലീസിന്റെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു തുടങ്ങി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് രമ്യ മരണപ്പെട്ടിരിക്കുന്നത് കഴുത്തിൽ ഷോള് മുറുകിയാണ്. വേറെ അടയാളങ്ങളൊന്നും രമ്യയുടെ പുറത്തില്ല. രമ്യയുടെ വജീന വഴി രക്തം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അല്ലാതെ സ്രവങ്ങളൊന്നും രമ്യയുടെ ബോഡിയിൽ കാണാനുമില്ല. രമ്യ നഗ്നയായിരുന്നതുകൊണ്ട് ഒരു സെക്ഷൽ റിലേഷന് ശേഷമാകും രമ്യ മരിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് ആദ്യമേ കരുതിയിരുന്നു. പക്ഷെ പോലീസിന്റെ ആ ധാരണയെ തിരുത്തി കുറിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അവര് മരിക്കുന്നതിന് മുമ്പേ അങ്ങനെയുള്ള ഒരു സെക്ഷൽ റിലേഷനും നടന്നിട്ടില്ല. പിന്നെ എന്തിന് അവർ നഗ്നയായി? ആ ചോദ്യം സ്വാഭാവികമായും ആ നിമിഷം തന്നെ പോലീസിന്റെ മനസ്സിലേക്ക് വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. രമ്യ അവസാനമായി ആഹാരം കഴിച്ചിരിക്കുന്നത് 20-ാം തീയതി വൈകുന്നേരം 7 മണിക്കാണ്. അവള് മരണപ്പെട്ടിരിക്കുന്നത് രാത്രി 1 മണിക്ക് മുന്നെയാണ്. അപ്പോഴേക്കും 21-ാം തീയതി രാവിലെ ആയെന്നർത്ഥം. 7 മണിക്ക് രമ്യ കഴിച്ച ഭക്ഷണം ദഹിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നർത്ഥം. അപ്പോഴാണ് പോലീസിനും മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. രമ്യയുടെ വീട്ടുകാരുടെ മൊഴി അനുസരിച്ച് രമ്യയുടെ കുഞ്ഞ് കീർത്തന അവരുടെ വീടിന്റെ മുന്നിൽ നിന്ന് കരയുന്നത് 20-ാം തീയതി രാത്രി, അതായത് 21-ാം തീയതി പുലർച്ചെ 12:30-ക്കാണ്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് രമ്യ മരിച്ചിരിക്കണം. രമ്യ മരിച്ചതിന് ശേഷമാകും ഷമ്മി കീർത്തനയെ അവളുടെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നത്. ഈ കാട്ടാമ്പള്ളിയും പയ്യന്നൂരും തമ്മിൽ ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട്. 12:30-ക്ക് കീർത്തന രമ്യയുടെ വീട്ടിലെത്തണമെങ്കിൽ മിനിമം 11:30-ക്കെങ്കിലും ഷമ്മി കീർത്തനയുമായി ആ ലോഡ്ജിൽ നിന്ന് തിരിക്കണം. ഷമ്മി ലോഡ്ജിൽ നിന്ന് തിരിക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ രമ്യ മരിച്ചിട്ടുണ്ടാവും.
രമ്യയെ പോലുള്ള ഒരു സ്ത്രീയെ, അതായത് 168 സെന്റിമീറ്റർ പൊക്കമുള്ള ഒത്ത ശരീരമുള്ള ഒരു സ്ത്രീയെ ഷമ്മിയെ പോലെ ഒരാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ കെട്ടിത്തൂക്കാൻ പറ്റും? ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ കടന്നു പോകുന്ന പോലീസിന്റെ മനസ്സിൽ ആ ചോദ്യം ഉണ്ടാവുകയാണ്. കാരണം മരണം നടന്നിരിക്കുന്നത് 11:30 മുമ്പാണെങ്കിൽ എന്തെങ്കിലും ശൈലിയിൽ ഒരു പ്രശ്നമുണ്ടായാൽ അടുത്തുള്ള മുറികളിൽ ആ ശബ്ദം പ്രതിഫലിക്കേണ്ടതാണ്. ആ കോറിഡോറിലൂടെ നടന്നുപോയ ആരും തന്നെ ഒരു ശബ്ദവും ആ 204 നമ്പർ മുറിയിൽ നിന്ന് കേട്ടതായി ഓർക്കുന്നതേയില്ല. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, രമ്യയെ കെട്ടിത്തൂക്കുന്ന സമയത്ത് രമ്യയ്ക്ക് ബോധമുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ബോധത്തോടെ അത്രയും പൊക്കമുള്ള രമ്യയെ ഒരു കാരണവശാലും ഷമ്മിക്ക് കഴുത്തിൽ ഷോളിട്ട് കുരുക്കി വലിച്ചു കെട്ടി കൊല്ലാൻ പറ്റില്ല. അത് അസാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ രമ്യ ബോധം കെട്ട് കിടക്കുമ്പോഴാകും ഷമ്മി ആ കൃത്യം ചെയ്തിട്ടുണ്ടാവുക. ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന് നേരത്തെ തന്നെ ഒരു ധാരണയിൽ പോലീസ് എത്തിയതാണ്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയുള്ള ഒരു സൂചനയും നൽകുന്നില്ല. മരണകാരണമായി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അസന്നിഗ്ധമായി സൂചിപ്പിക്കുന്നത് ആ കഴുത്തിലെ ഷോൾ മുറുക്കമാണ്. ശ്വാസം മുട്ടിയ മരിച്ചിരിക്കുന്നത്. അകത്ത് ആന്തരിക അവയവങ്ങളെ കേട് വരുത്തിയിരിക്കാൻ സാധ്യതയുള്ള ഒരു സാധനത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ദൃഷ്ടിപ്പെട്ടതുമില്ല. എന്തായാലും ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചു. ആ ലോഡ്ജിൽ ആ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് ഷമ്മി പറയുക എന്നുള്ളതാണ്. രണ്ടാമത് പറയാൻ കഴിയുന്നത് ആ കീർത്തന എന്ന കുഞ്ഞിനാണ്. പക്ഷെ അതിനെ ഒന്നും അറിയത്തില്ല. അതിനോട് തലകം വിലങ്ങും ചോദിച്ചിട്ടും ആ കുട്ടി ഒന്നുമേ ഓർക്കുന്നില്ല. വെറും 1.5 വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിന് പ്രായം. അതുകൊണ്ട് തന്നെ അതിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടാനും വയ്യ. അന്ന് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ തന്നെ ആ മുറിയിൽ ബിസ്ക്കറ്റിന്റെ സാന്നിധ്യം പോലീസ് കണ്ടിരുന്നു. ബിസ്ക്കറ്റ് കഴിച്ച കുഞ്ഞ് ശരിക്കും ഉറങ്ങിപ്പോയിരിക്കാനാണ് സാധ്യത. രമ്യ സ്വയം തൂങ്ങിയതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കെട്ടിത്തൂക്കിയതാണെങ്കിൽ അങ്ങനെ, രണ്ടാണെങ്കിലും ആ മരണം നടക്കുന്ന സമയത്ത് ആ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുഞ്ഞ് ഉറക്കത്തിലായിരുന്നു. അക്കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ സംശയമൊന്നുമില്ല. കുഞ്ഞ് ഉറക്കത്തിലല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും കുഞ്ഞ് കരഞ്ഞിനെ. അടുത്തുള്ള മുറിയിലെ ആളുകൾ ആ വിവരം അറിയുകയും ചെയ്തനെ. അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. രമ്യ തൂങ്ങിയ സമയം അല്ലെങ്കിൽ രമ്യയെ തൂക്കിയ സമയം, ആ സമയത്ത് കുഞ്ഞ് ഉറക്കത്തിലായിരുന്നു എന്ന് ഊഹിക്കാം, അല്ലെങ്കിൽ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഊഹിക്കാം. പോലീസിന്റെ കയ്യിൽ ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. സാഹചര്യ തെളിവുകൾ ഷമ്മിക്കെതിരാണ്. പക്ഷെ ഷമ്മിയാണെങ്കിലോ പോലീസ് വിളിച്ചിട്ട് വരുന്നുമില്ല. സ്വാഭാവികമായിട്ടും പോലീസ് ഷമ്മിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയിലേക്ക് കടന്നു. UAE നമുക്ക് ഒരു കുറ്റവാളി കൈമാറ്റ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ കരുത്തിൽ ദുബായിൽ നിന്ന് ഷമ്മിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളിലേക്ക് അങ്ങനെയാണ് പോലീസ് കടക്കുന്നത്. പറയുന്നത് പോലെ എളുപ്പം ആ പരിപാടി നടക്കില്ല എന്ന് മാത്രം. 2010 ജനുവരി 22 അവർ കണ്ട ആ കൊലയ്ക്ക് കാരണക്കാരനായി എന്ന് അവർ വിശ്വസിക്കുന്ന ഷമ്മിയെ വിട്ടുകൊടുക്കാൻ ദുബായ് സമ്മതിച്ചത് 2014 2014 ജനുവരി 7 പയ്യന്നൂർ സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും ദുബായ് എയർപോർട്ടിലെത്തി. അവിടെ എയർപോർട്ടിൽ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ദുബായ് പോലീസ്. ദുബായ് പോലീസ് അവിടെ വെച്ച് ഷമ്മിയെ കേരള പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. എയർപോർട്ടിൽ വെച്ച് ഷമ്മിയെ ഏറ്റുവാങ്ങിയ സർക്കിൾ ഇൻസ്പെക്ടർ ആ നിമിഷത്ത് തന്നെ കൂടെയുള്ള SCയോട് ഷമ്മിയെ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ഷമ്മിയുടെ ദേഹപരിശോധന നടത്തിയ സബ് ഇൻസ്പെക്ടർ ഷമ്മിയുടെ പേഴ്സിനകത്ത് നിന്ന് ഒരു ചെറിയ ലോക്കറ്റ് കണ്ടെടുത്തു. ആ ലോക്കറ്റ് കയ്യിലെടുത്ത SI ഷമ്മിയോട് ചോദിച്ചു, ഇത് ആരുടെ ലോക്കറ്റാണ്? ഇത് എൻ്റെ ഭാര്യ രമ്യയുടെയാണ്. രമ്യയുടെ ലോക്കറ്റ് എങ്ങനെ ഷമ്മിയുടെ പേഴ്സിനകത്ത് വന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ആ സമയത്ത് ഷമ്മിക്ക് ഉണ്ടായിരുന്നില്ല. ഷമ്മി നിശബ്ദനായി നിൽക്കുന്ന കണ്ടതും പോലീസ് ഷമ്മിയുമായി അവിടെ നിന്ന് നേരെ നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലെത്തിയ പോലീസ് ഷമ്മിയെ അന്വേഷണത്തിന്റെ ഭാഗമായി എവറസ്റ്റ് ലോഡ്ജിൽ എത്തിച്ചു. എവറസ്റ്റ് ലോഡ്ജിൽ ഷമ്മിയെ കൊണ്ടുവന്നതും ഷമ്മിയെ സെക്യൂരിറ്റി ഗാർഡും ആ റൂം പോയി തിരിച്ചറിഞ്ഞു. പക്ഷെ ആ സമയത്ത് മാനേജർ അവിടെ ഇല്ല. മാനേജർ ഇപ്പോ അസുഖബാധിതനാണ്. റൂം പോയി കൃത്യമായിട്ടും ഷമ്മിയെ ഓർത്തെടുത്തു. അതെ, ഇയാൾ തന്നെയാണ് അന്ന് ഇവിടെ വന്നത്. അതേ ഉത്തരം തന്നെ ആ ഗാർഡ് പറഞ്ഞതും പോലീസ് ഷമ്മിയുമായി ആ 204 നമ്പർ മുറിയിലേക്ക് കയറി. 204 നമ്പർ മുറിയിൽ ഷമ്മി എങ്ങനെയാണ് രമ്യയെ കെട്ടിത്തൂക്കിയതെന്നാണ് പോലീസിന് അറിയേണ്ടത്. പോലീസ് ഷമ്മിയോട് ചോദിച്ചു, ഏയ് ഷമ്മി, നീ എങ്ങനെയാ രമ്യയെ കെട്ടിത്തൂക്കിയത്? സർ, ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഞാൻ ഈ നാട്ടിൽ വന്നിട്ടേ ഇല്ല.
ഞാൻ അപ്പോഴും ദുബായിലായിരുന്നു. ഷമ്മി പോലീസ് പറയുന്ന കഥ അംഗീകരിക്കാനോ സമ്മതിക്കാനോ തയ്യാറല്ല. പക്ഷെ പോലീസിന് ഉറപ്പാണ് ആ റൂം ബോയും സെക്യൂരിറ്റിക്കാരനും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷമ്മി തന്നെയാണ് അവിടെ വന്നതെന്ന്. ഷമ്മി പക്ഷേ പോലീസ് പറയുന്നത് പൂർണ്ണമായും തള്ളി പറഞ്ഞപ്പോൾ പോലീസിന് ആ മുറിയിൽ ആ സംഭവം നടന്ന കാര്യം പുനരാവിഷ്കരിക്കാനുള്ള ഉദ്ദേശം നടപ്പിലാക്കാൻ പറ്റാതെയായി. ഷമ്മി സഹകരിക്കുന്നതേയില്ല. അവിടെ നിന്നിറങ്ങിയ പോലീസ് ഷമ്മിയുമായി പിന്നീടെത്തിയത് ആ മെക്കാനിക്കിന്റെ അടുത്താണ്. അയാൾ ഷമ്മിയെ തിരിച്ചറിഞ്ഞു. അയാൾ ഷമ്മിയെ തിരിച്ചറിയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഷമ്മി പലപ്പോഴും അയാളുടെ അടുത്ത് കാറ് സർവീസ് ചെയ്യാൻ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ആ മെക്കാനിക്ക് പറഞ്ഞ കാര്യം സമർത്ഥിക്കാനായി ഷമ്മിയെ കാണിക്കാനേ പറ്റൂ. എന്തായാലും കേസ് അവസാനം പോലീസ് കൺക്ലൂഡ് ചെയ്തു, കോടതിയിൽ എത്തിച്ചു. വിചാരണയ്ക്കായി കോടതിയിൽ കേസ് എത്തിയപ്പോൾ ഷമ്മിയുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സംഭവം നടന്നുവെന്ന് പോലീസ് പറയുന്ന ആ ദിവസങ്ങളിൽ അയാൾ UAE ആയിരുന്നുവെന്ന് അയാൾ ഉറപ്പിച്ചു പറയുകയാണ്. സ്വാഭാവികമായിട്ടും പോലീസ് അതിനെ എതിർത്തു. പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് അനവധി ആളുകളെ പോലീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പോലീസ് അവതരിപ്പിച്ച ഒരാൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള എമിഗ്രേഷന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അയാൾ എത്തിയിരിക്കുന്നത് ശരിക്കും ശക്തമായ തെളിവുകളുമായിട്ടാണ്. ആ തെളിവുകൾ പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരുന്നു. അതിന്റെ കോപ്പി ഡിഫൻസിന് പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുമുണ്ട്. ഡിഫൻസിന്റെ കയ്യിലിരിക്കുന്ന ആ കോപ്പിയിലെ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ ആളുകൾ വ്യക്തമായി ആ കാര്യം പറഞ്ഞു. ഈ ഷമ്മി സംഭവം നടക്കുന്നതിന് ഒരു ആഴ്ച മുമ്പ്, അതായത് 2010 ജനുവരി 15 കരിപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത വിമാനത്തിൽ യാത്രക്കാരനായി ഉണ്ടായിരുന്നു. അയാള് വന്ന വിമാനവും എത്തിയ സമയവും അയാൾ യാത്ര ചെയ്ത വിമാനത്തിൽ അയാൾ ഇരുന്ന സീറ്റിന്റെ നമ്പറും ടിക്കറ്റ് നമ്പറും ഉൾപ്പെടെ എല്ലാ ഇൻഫർമേഷനും ആ എമിഗ്രേഷൻ ഓഫീസർ അവിടെ അവതരിപ്പിച്ചു. ആ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങളൊക്കെ കളവാണെന്നാണ് ആ സമയത്തും ഡിഫൻസിന്റെ വാദം. 15/1/2010 കരിപ്പൂരിൽ വിമാനമിറങ്ങിയ ഷമ്മി അതിനുശേഷം 16-ാം തീയതി വൈകിട്ട് രമ്യയുടെ വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് രമ്യയുടെ വീട്ടിലെത്തുകയും രമ്യയും ഇളയ കുഞ്ഞിനെയും കയറ്റിക്കൊണ്ട് അവിടുന്ന് അയാളുടെ ഓട്ടോ കാറിൽ യാത്ര ചെയ്യുകയും ചെയ്തു. അനവധി സ്ഥലങ്ങളിലേക്ക് കറങ്ങിയ അവർ അതിനിടയിലാണ് ആ മെക്കാനിക്കിന്റെ അടുത്തെത്തുന്നത്. മെക്കാനിക്കിനോട് സംസാരിച്ച് മെക്കാനിക്കിനോട് വീട് ഏർപ്പാട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം 20-ാം തീയതി വൈകുന്നേരം 3:35 എവറസ്റ്റ് ലോഡ്ജിൽ എത്തിയ ഷമ്മി അവിടെ തെറ്റായ അഡ്രസ്സ് കൊടുത്ത് പേര് രജിസ്റ്റർ ചെയ്തതിനു ശേഷം മുറിയെടുത്ത് തങ്ങിയായിരുന്നു. ആ രാത്രിയിൽ രമ്യയെ കൊലപ്പെടുത്താനായി അയാൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ രമ്യയ്ക്ക് മദ്യം കൊടുത്തിരുന്നു. രമ്യയ്ക്ക് മദ്യം കൊടുത്തിരുന്നു എന്നുള്ള പ്രോസിക്യൂഷന്റെ കഥ തെളിയിക്കാനായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് ആ ശരീരഭാഗങ്ങൾ കെമിക്കൽ എക്സാമിനേഷന് വിധേയമാക്കിയ ലാബിലെ ആളുകളെയാണ്. രമ്യയുടെ ബോഡിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം സമയത്ത് കളക്ട് ചെയ്ത പാർട്സ് പരിശോധനയ്ക്ക് വിധേയമാക്കിയ അവർ ആ കാര്യം വ്യക്തമാക്കി. മരിക്കുന്ന സമയത്ത് രമ്യയുടെ ശരീരത്തിൽ ഈതയിൽ ആൽക്കഹോൾ ഉണ്ടായിരുന്നു, മദ്യം. സാധാരണഗതിയിൽ മദ്യപിക്കുന്ന ഒരാൾക്ക് മദ്യപിച്ച് ബോധം കെടാൻ ആവശ്യമായതിന്റെ 4/1 മദ്യം മതി വല്ലപ്പോഴും എനിക്ക് മദ്യപിക്കുന്ന അല്ലെങ്കിൽ ആദ്യമായി മദ്യപിക്കുന്ന ഒരാൾക്ക് ബോധം പോകാൻ. രമ്യ ഒരു ആൽക്കഹോളിക് അല്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ മദ്യം ഉള്ളിൽ ചെന്നപ്പോൾ തന്നെ രമ്യ ബോധരഹിതയായി. അതാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെയും അതുപോലെ കെമിക്കൽ എക്സാമിനേഷനെ റിപ്പോർട്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് പ്രോസിക്യൂഷൻ പറയുന്ന വാദം. പ്രോസിക്യൂഷൻ അങ്ങനെ പറയുമ്പോഴും ഡിഫൻസ് അവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ പറയുന്ന കഥകളും കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഷമ്മിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് ആ സമയത്തും ഡിഫൻസ് പറയുന്നത്. ഷമ്മി ഈ കഥ നടക്കുന്ന സമയത്ത് ദുബായിലാണ്. അതുകൊണ്ട് തന്നെ രമ്യ മദ്യപിച്ചാൽ എന്ത്, മദ്യപിച്ചില്ലെങ്കിൽ എന്ത്, അതാണ് ഡിഫൻസിന്റെ ചോദ്യം. അങ്ങനെ ഡിഫൻസ് വീണ്ടും ആ വാദം ഉന്നയിച്ചതും പ്രോസിക്യൂഷൻ അടുത്ത സാക്ഷി ഹാജരാക്കി. വിറ്റ്നസ് നമ്പർ 35 കോടതിയിൽ ഹാജരായത് മാംഗ്ലൂർ എയർപോർട്ടിലെ എമിഗ്രേഷൻ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അയാള് പ്രോസിക്യൂഷൻ ഡിഫൻസ് നൽകിയിരിക്കുന്ന ഒരു തെളിവിനെ കണക്ട് ചെയ്ത് സംസാരിക്കാനാണ് എത്തിയിരിക്കുന്നത്. സംഭവം നടന്നിരിക്കുന്നത് 2010 ജനുവരി 20-നാണ്. 22-ാം തീയതി മാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഷമ്മി ഉണ്ടെന്നാണ് ആ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ കോടതിയിൽ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കോടതിയിൽ ശരിയാണെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ആ വാദത്തെയും ഡിഫൻസ് തള്ളിപ്പറയുകയാണ്. ആ സമയത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടേ ഇല്ലാത്ത ഒരാളാണ് ഷമ്മി എന്നാണ്
ഡിഫൻസിന്റെ വാദം. ഡിഫൻസ് അവരുടെ വാദങ്ങളിൽ ഉറച്ചു നിന്നതും കോടതി ഡിഫൻസിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഷമിയുടെ പാസ്പോർട്ട് ഇവിടെ ഹാജരാക്കും. ഷമിയുടെ പാസ്പോർട്ട് ഓൾറെഡി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസ് ആ പാസ്പോർട്ട് ഹാജരാക്കി. ആ പാസ്പോർട്ട് ശരിക്കും രസകരമായ ഒരു കഥയാണ് പറയുന്നത്. ആ പാസ്പോർട്ട് എടുത്തിരിക്കുന്നത് 2013 2013 14 എല്ലാ ഡേറ്റയും ആ പാസ്പോർട്ടിലുണ്ട്. കഥ നടക്കുന്നത് 2010 2010 പാസ്പോർട്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് അത് മിസ്സായി പോയി എന്നാണ് ഷമിയുടെ മറുപടി. ആ പാസ്പോർട്ടിൽ സ്വാഭാവികമായിട്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എമിഗ്രേഷന്റെ ഭാഗമായ ആളുകൾ ഒരു സീൽ ചെയ്യും, അവരത് രേഖപ്പെടുത്തും നമ്മൾ അവരുടെ രാജ്യത്തെ എത്തിയ കാര്യം. പാസ്പോർട്ട് ഇല്ലാതെ ഷമിയുടെ വാദത്തെ ഹാൻഡിക്കാനും പറ്റില്ല. പോലീസ് പഠിച്ച പടി 18 നോക്കിയിട്ടും ഷമിയുടെ മിസ്സായ പാസ്പോർട്ട് മാത്രം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ പാസ്പോർട്ട് എവിടെ വെച്ച് മിസ്സായി എന്നുള്ള കാര്യം അവൻ അറിയത്തുമില്ല. അതാണ് ഷമിയുടെ സ്റ്റാൻഡ്. ഷമി ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രോസിക്യൂഷൻ വ്യക്തമായി പറയുകയാണ്, 15 ദുബായിൽ നിന്ന് കരിപ്പൂരിലെത്തിയ ഷമി ആ കൊല നടത്താൻ ഉദ്ദേശിച്ചതിനെയാണ് വന്നത്. ആ കൊല നടത്തിയതിനു ശേഷം അയാൾ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം അവിടെ നിന്ന് നേരെ മാംഗ്ലൂരിലേക്ക് പോയി, മാംഗ്ലൂരിൽ നിന്ന് ദുബായിലേക്ക് മടങ്ങി. ആ ദിവസങ്ങളിലെ സംഭവങ്ങളൊക്കെ പ്രോസിക്യൂഷൻ എണ്ണി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന വാദത്തിൽ ഷമി ഉറച്ചു നിന്നെങ്കിലും വിചാരണ കോടതി പ്രോസിക്യൂഷന്റെ വാദത്തെ അംഗീകരിച്ചു. വിചാരണ കോടതി ആ വാദം അംഗീകരിക്കുമ്പോൾ വിചാരണ കോടതിയുടെ ചിന്തയിലേക്ക് വന്നത് സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഒരു ആരോപണം കൂടിയാണ്. സ്ത്രീധനം കുറഞ്ഞുപോയി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഷമിയുടെ വീട്ടുകാർ രമ്യയെ ഹരാസ് ചെയ്ത് തുടങ്ങിയെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പക്ഷെ ആ വാദത്തിന് എതിരായ ഒരു അഭിപ്രായമാണ് രമ്യയുടെ സഹോദരി കോടതി പറഞ്ഞത്. ഒരിക്കൽ പോലും സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു ചർച്ച ഷമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും രമ്യയും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നുമാണ് രമ്യയുടെ സഹോദരി കോടതി പറഞ്ഞത്. പ്രോസിക്യൂഷന്റെ വാദത്തെ പ്രോസിക്യൂഷന്റെ സാക്ഷികൾ തന്നെ തള്ളിപ്പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായി. ഇതിനൊപ്പമാണ് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു വീഴ്ച പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരാള് ആ എവറസ്റ്റ് ലോഡ്ജിലെ മാനേജറാണ്. ആ മാനേജറാണ് ആദ്യമായി രമ്യ തൂങ്ങി നിൽക്കുന്ന ആ മുറി തുറക്കുന്നത്. അയാളാണ് ആ കാഴ്ച ആദ്യം കണ്ടത്, രമ്യ തൂങ്ങി നിൽക്കുന്നത്. രമ്യയുടെ മുറി പുറത്തുനിന്ന് ബോൾട്ട് ഇട്ടിരിക്കുകയായിരുന്നു എന്നാണ് മാനേജർ പറഞ്ഞത്. ആ വാദം ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യാൻ കോടതിയിൽ പ്രോസിക്യൂഷനും പറ്റുന്നുണ്ടായിരുന്നില്ല. അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആ മാനേജർക്ക് കോടതിയിൽ ഹാജരാകാൻ കഴിയുന്ന സ്ഥിതിയല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും പോലീസ് വരുമ്പോൾ പോലീസ് കാണുന്നത് മുറി തുറന്നു കിടക്കുന്നതാണ്. ആ മുറി എങ്ങനെ തുറന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പ്രോസിക്യൂഷന് നൽകാൻ പറ്റിയില്ല എന്നാണ് സത്യം. ഇതിനു പുറമെ മറ്റൊരു വീഴ്ച, രമ്യയുടെ സഹോദരി, രമ്യയുടെ അച്ഛൻ, അമ്മ തുടങ്ങിയ അനവധി ആളുകളെ പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തിരുന്നു. ആ സമയത്ത് അവർ നൽകിയ മൊഴികൾ ഒന്നുപോലും ആ സബ് ഇൻസ്പെക്ടർ രേഖപ്പെടുത്തിയിട്ടില്ല. ആ മൊഴികൾ സബ് ഇൻസ്പെക്ടറുടെ ആ കേസ് ഡയറിയിൽ പോലും ഇല്ല. തികച്ചും അക്ഷന്തവ്യമായ ഒരു പാളിച്ച തെറ്റാണ് ആ സബ് ഇൻസ്പെക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ കേസിന് സഹായകരമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കർത്തവ്യമാണ്. അതിൽ ഒരു വീഴ്ച വന്നിരിക്കുകയാണ്. ഇതിനും അപ്പുറത്തേക്ക് മറ്റൊരു വീഴ്ച കൂടി പ്രോസിക്യൂഷന് പറ്റിയിട്ടുണ്ട്. അത് അവിടെ നിന്ന് കളക്ട് ചെയ്ത ആ 2 ഗ്ലാസുകളും മദ്യക്കുപ്പികളുമാണ്. അതിൽ വിരലടയാളം പതിഞ്ഞിരുന്നു. ആ വിരലടയാളം വിദഗ്ധ പരിശോധനയ്ക്ക് എന്തുകൊണ്ടോ പോലീസ് അയച്ചില്ല. സാധാരണഗതിയിൽ ഒരു ക്രൈം സീനിൽ കിട്ടുന്ന എല്ലാത്തിലും ഒരു പരിശോധന പോലീസ് നടത്തും. ഏതെങ്കിലും ശൈലിയിലുള്ള വിരലടയാളം ഉണ്ടെങ്കിൽ അതിനെ വിദഗ്ധരുടെ പരിശോധനയ്ക്ക് അയപ്പിച്ച് ആ റിസൾട്ട് വാങ്ങിച്ച് കമ്പയർ ചെയ്യേണ്ട ആളുകളുടെ വിരലടയാളവുമായി കമ്പയർ ചെയ്യുന്ന ഒരു ജോലി പോലീസ് സാധാരണ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഈ കേസിൽ പോലീസ് അതിന് ഉത്സാഹം കാണിച്ചിട്ടേ ഇല്ല. പ്രോസിക്യൂഷന്റെ ഈ വീഴ്ചകൾ സ്വാഭാവികമായും ജഡ്ജി എടുത്തു പറഞ്ഞിട്ട് അവസാനം വിധിയും പറഞ്ഞു. ഈ കേസിന്റെ വിചാരണ നടക്കുന്നത് പയ്യന്നൂരത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ആ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വളരെ വിശദമായ പഠനത്തിന് ശേഷം ആ വിധി പ്രഖ്യാപിച്ചു. സാഹചര്യ തെളിവുകൾ ഇവിടെ രമ്യ കൊലപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ പറയുന്നത് ശരിയാണ്. രമ്യ സ്വയം മരിക്കാനുള്ള ഒരു സാഹചര്യവുമില്ല. രമ്യ മരണപ്പെട്ട രീതിയിൽ കണ്ടിരിക്കുന്ന ആ മുറിയിലെ സാഹചര്യങ്ങൾ അത് വ്യക്തമാക്കുകയാണ്. ഒരു കാരണവശാലും രമ്യയ്ക്ക് സ്വന്തം കഴുത്തിൽ ഷോള് മുറുക്കി ആ ശരിയിൽ തൂങ്ങാൻ പറ്റില്ല. അത് 100% ഉറപ്പാണ്. മറ്റൊരാളുടെ സഹായത്താൽ മാത്രമേ അങ്ങനെ തൂങ്ങാൻ പറ്റൂ. ആ മറ്റൊരാൾ ഉറപ്പായും ഷമ്മി തന്നെ ആയിരിക്കും. കാരണം ഷമ്മി അവിടെ വന്നതിനും മുറിയെടുത്തതിനും രമ്യയ്ക്കൊപ്പം
അവിടെ കഴിഞ്ഞതിനും ദൃക്സാക്ഷികളുണ്ട്. ഷമി അവിടെ വന്നിട്ടില്ല എന്ന് പറയുന്ന കാര്യം കളവാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്തു. ഷമി ഇന്ത്യയിലേക്ക് വന്നിട്ടില്ലെന്നാണ് ഷമിയുടെ അഭിപ്രായം. പക്ഷേ ഷമി കരിപ്പൂർ വഴി ഇന്ത്യയിലെത്തുകയും ഈ കൃത്യം നടത്തുകയും മാംഗ്ലൂർ വഴി തിരിച്ച് ദുബൈയിലേക്ക് പോവുകയും ചെയ്യുന്നുള്ളത് നിസ്സംശയം ഈ കോടതിയിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഷമി കുറ്റം ചെയ്തു എന്ന് ഉറപ്പാണ്. ആ കുറ്റകൃത്യത്തിൽ ഷമിയുടെ സഹോദരനും അമ്മയും ഒരുപോലെ കൂട്ടുനിന്നു എന്നുള്ളതും നിസ്തർക്കം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആ വിധി അങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഷമി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. കൂടെ അദ്ദേഹത്തിന്റെ അനുജനും അതുപോലെ അമ്മയും. സ്വാഭാവികമായിട്ടും ഈ കേസ് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ ചെയ്യപ്പെട്ടു. ഹൈക്കോടതി ആ അപ്പീൽ പരിഗണിച്ചു. ആ അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം പ്രതിയായി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഷമിയുടെ സഹോദരനെ കോടതി വെറുതെ വിടുകയും ചെയ്തു. 2024 ഡിസംബർ 9 ഹൈക്കോടതിയുടെ വിധി വരുന്നത്. ഷമി കുറ്റക്കാരനാണ്. ഷമിയെ ആ കുറ്റകൃത്യത്തിൽ സഹായിച്ചത് അവന്റെ അമ്മ കൂടിയാണെന്നാണ് കോടതിയുടെ വിധി. അതുകൊണ്ട് തന്നെ അവർക്ക് വിധിച്ചിരിക്കുന്ന ആ തടവ് ശിക്ഷ അവരനുഭവിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് ഹൈക്കോടതിയുടെ അഭിപ്രായം. ഹൈക്കോടതിയിൽ ഡിഫൻസിന് വേണ്ടി ഹാജരായത് പ്രഗത്ഭ വക്കീലായ രാമൻപിള്ളയും അസോസിയേറ്റ്സുമാണ്. അതിശക്തമായ വാദമുഖങ്ങളൊക്കെയാണ് രാമൻപിള്ളയും ടീമും കോടതിയിൽ നടത്തിയതെങ്കിലും ഹൈക്കോടതി ആ വാദമുഖങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ വ്യക്തമായി ആ കാര്യം പറഞ്ഞു. ജസ്റ്റിസ് പ്രദീപ് കുമാറും ജസ്റ്റിസ് സുരേഷ് കുമാറുമാണ് ഈ കേസിന്റെ വാദം കേട്ടത്. അവര് അസന്നിഗ്ധമായി ഒരു കാര്യം അവരുടെ വിധിന്യായത്തിൽ പറയുകയുണ്ടായി. സംശയം അത് ഒരു രോഗമാണ്. ആ രോഗത്തെ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ആ രോഗം ആളിനെ അന്ധനാക്കും. അങ്ങനെ അന്ധനായാൽ അതിന്റെ റിസൾട്ട് വിനാശകരമായിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രമ്യയുടെ ചാരിത്രത്തിൽ തോന്നിയ സംശയം അതാണ് വളർന്ന് പന്തലിച്ച് അവസാനം രമ്യയുടെ മരണത്തിൽ കലാശിച്ചത്. രമ്യയെ കൊലപ്പെടുത്തിയത് തന്നെയാണ്, കൊന്നത് ഷമി തന്നെയാണ്. അതാണ് കോടതി ഉത്തരവിന്റെ സാരാംശം. പക്ഷെ അപ്പോഴും അനവധി ചോദ്യങ്ങൾ ബാലൻസ് ഇപ്പുണ്ട്. ഷമിയെ പോലെ ഒരാൾക്ക് രമ്യയുടെ അതേ ഹൈറ്റിലുള്ള ഒരാളെ എങ്ങനെ എടുത്ത് ഉയർത്തി ആ കൊളുത്തിൽ ചൂണ്ടിയിടാൻ പറ്റി? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ശരിക്കും ഒറ്റയ്ക്ക് ഒരാൾക്ക് രമ്യയെ പോലെ ഒരാളെ ആ ഷാളിൽ അങ്ങനെ അങ്ങ് കെട്ടിത്തൂക്കാൻ പറ്റുമോ എന്നൊരു സംശയം അന്നും ഇന്നും പോലീസിനുണ്ട്. പക്ഷേ ഷമി അല്ലാത്ത ഒരാളെ ആ ഹോട്ടലിൽ ആരും കണ്ടതായി പറയാത്തത് കൊണ്ടാണ് അവർ ആ ഭാഗത്ത് പിന്നെ ഉറച്ചു നിന്നത്. ഷമിയാണ് രമ്യയെ കൊലപ്പെടുത്തിയെന്ന് ഹൈക്കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കുമ്പോഴും ഷമി ഉറപ്പിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്: അവൻ രമ്യയെ കൊന്നിട്ടില്ല. സത്യം നമുക്ക് ആർക്കും അറിയത്തില്ല. കോടതി സാഹചര്യ തെളിവുകളെ ആസ്പദമാക്കിയാണ് വിധി പ്രഖ്യാപിച്ചത്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഷമി ഇപ്പോ ജയിലിലാണ്. രമ്യ എന്ന ഒരു സാധാരണ സ്ത്രീ കൊല്ലപ്പെട്ട കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.